തൃത്താലയിലെ തെരഞ്ഞെടുപ്പ് ചൂടിൽ ശ്രദ്ധേയമാവുകയാണ് എം.ബി. രാജേഷിന്റെ പ്രകടന പത്രിക. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം.ബി. രാജേഷ് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ച 2 പുസ്തകങ്ങൾ വീട്ടമ്മമാർക്കിടയിലും വോട്ടർമാർക്കിടയിലും വലിയ ചർച്ചയാവുകയാണ്. എം.ബി. രാജേഷ് മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ പദ്ധതികളുടെ പൂർണ്ണവിവരങ്ങൾ നൽകുന്നതാണ് പ്രോഗ്രസ് റിപ്പോർട്ടെങ്കിൽ അടുത്ത 5 വർഷം ഇനി എന്താണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പ്രകടന പത്രികയിലുള്ളത്. കഴിഞ്ഞ 5 വർഷം തൃത്താലയെ സംബന്ധിച്ച് വികസനത്തിന്റെ സമ്പൂർണ്ണ കാലമായിരുന്നുവെന്നും 577 പദ്ധതികളിലായി 1152.5 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കിയതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് സമർപ്പിച്ച ശേഷമാണ് അടുത്ത 5 വർഷത്തെ പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കിയതെന്നും ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് പ്രകടന പത്രിക തുടങ്ങിയത്. കൃഷി, ആയുർവേദം, ടൂറിസം, അടിസ്ഥാന സൗകര്യ വികസനം, ഉന്നതികളുടെ വികസനം, വനിതാക്ഷേമം, വയോജനക്ഷേമം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന പ്രകടന പത്രിക 5 വർഷത്തേക്കുള്ള വികസന തൃത്താലയെയാണ് വിഭാവനം ചെയ്യുന്നത്. ലോകശ്രദ്ധ നേടിയ സുസ്ഥിര തൃത്താല പദ്ധതി തുടരും. നിളയുടെ പൈതൃകം ഉപയോഗപ്പെടുത്തി ടൂറിസം മേഖലയെ വികസിപ്പിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. വെള്ളിയാങ്കല്ല്, ഭാരതപ്പുഴയുടെ തീരം, കായലുകൾ എന്നിവയെ ബന്ധിപ്പിച്ച് ടൂറിസം സർക്യൂട്ട് വികസിപ്പിക്കും. കാങ്കപ്പുഴയും പട്ടാമ്പിപ്പാലവും നൈറ്റ് ടൂറിസം ഡെസ്റ്റിനേഷനുകളുമാക്കി മാറ്റും. ഓരോ വീട്ടിലും കുടിവെള്ളം എത്തിക്കാൻ സമഗ്ര കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കും. പ്രവാസികളുടെ അറിവും അനുഭവ സമ്പത്തും നാടിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്താൻ തൃത്താല ഇൻവെസ്റ്റ്മെന്റ് കോറിഡോർ സ്ഥാപിക്കും തുടങ്ങിയവയാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ. വികസനം പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതെന്നും മാറ്റുമറിഞ്ഞ തൃത്താല കാലം തുടരുമെന്നും എം.ബി. രാജേഷ് പറഞ്ഞു. അത് കുട്ടനാട് ഒരു മുരടിച്ച ടൗണായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം പറയും. ഈ സ്ഥിതി മാറുന്നതിന്റെ ഗുണം എല്ലാവർക്കും ലഭിക്കും. ഒരു മികച്ച ഒരു ടൗണായി കുട്ടനാട് മാറുമ്പോൾ അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക്, യാത്രക്കാർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക്, വ്യാപാരികൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ്. അതിനു പുറമെ തൃത്താല, കറുകപുത്തൂർ, കുമരനെല്ലൂർ ജംഗ്ഷനുകളും നവീകരിക്കും. ഇപ്പൊ നമ്മുടെ പടിഞ്ഞാറങ്ങാടി ജംഗ്ഷൻ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആറങ്ങോട്ടുകര ജംഗ്ഷൻ നവീകരണം. ഇനി തൃത്താല, കറുകപുത്തൂർ, കുമരനെല്ലൂർ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്രാമീണ റോഡുകൾ പുതുതായിട്ട് 160 ഉണ്ടാക്കും. ഈ 5 വർഷം കൊണ്ട് 241 ഗ്രാമീണ റോഡ് ഉണ്ടാക്കി. ഇനി അത്രയും ഉണ്ടാക്കേണ്ടി വരില്ല എന്നതുകൊണ്ടാണ് 160 എന്ന് പറയുന്നത്. ഇതാണ് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് തുറന്നു നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ.